കുറച്ച് കാലങ്ങളായിട്ട് ജമാഅത്ത് ഇസ്ലാമി സംഘടനാ ക്യാമ്പയിനും സംഘടനാ സമ്മേളനത്തിനും ബജറ്റ് അനുവദിക്കാറില്ല. അത് CPM കുറച്ച് കാലമായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. വളരെ ജമാഅത്ത് ഇസ്ലാമിയുടെ ബ്രാൻഡ്, പിന്നെ നമ്മളൊരു മറുവശം പറഞ്ഞാൽ മതി, തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് കുറച്ച് കാലമായിട്ട് CPM നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വർഗീയവൽക്കരിക്കുക, തീവ്രവാദവൽക്കരിക്കുക എന്നുള്ള ജമാഅത്ത് ഇസ്ലാമിയിലല്ല നിൽക്കുക. ഇപ്പം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മലപ്പുറത്തെക്കുറിച്ചാണ്. പിന്നെ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാണക്കാട് തങ്ങളെ യോഗി ആദിത്യനാഥിനോട് ഉപമിച്ചതാരാ? പാണക്കാട് തങ്ങളെ ജമാഅത്ത് ഇസ്ലാമിയ അല്ലല്ലോ. പാണക്കാട് തങ്ങളെ യോഗി ആദിത്യനാഥിനോട് ഉപമിച്ചില്ലേ? മാത്രമല്ല, ദേശീയപാതാ സമരത്തിൽ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, മുസ്ലിം സമുദായമല്ലേ. അപ്പം തരം പോലെ മുസ്ലിം സമുദായം, തരം പോലെ മലബാർ, മലപ്പുറം, തരം പോലെ ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ വിയോജിക്കുന്ന ഒരു വിഭാഗത്തിന് നേരെ വർഗീയ ചാപ്പ കുത്തുക എന്നതാണ് അപകടകരമായ പ്രശ്നം. അതാണ് നമ്മൾ ഉന്നയിക്കുന്നത്. മെറിറ്റിൽ സംവാദത്തിന് നമ്മളെല്ലാവരും സന്നദ്ധമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ജമാഅത്ത് ഇസ്ലാമി CPM ഡിബേറ്റാകാം. ക്വിറ്റ് ഇന്ത്യ സമരം തൊട്ട് ഇന്ത്യ വിഭജനം തൊട്ട് സായുധ സമരവുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ നിലപാടുണ്ടല്ലോ. ജമാഅത്ത് ഇസ്ലാമി ആ കാലത്തുണ്ട്, CPM ആ കാലത്തുണ്ട്. ഡിബേറ്റാകാം. അതല്ല പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, തങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയമായി നേരിടാനുള്ള ആശയപരമായ കരുത്ത് ചോർന്നു പോയയിടത്ത് നിന്ന്, ആശയ പാപ്പരത്വത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റിയെയും ആ കമ്മ്യൂണിറ്റിയിലുള്ള മൂവ്മെൻറ്റുകളെയും വർഗീയ ചാപ്പ കുത്തി അപരവൽക്കരിച്ച് മറുഭാഗത്ത് വോട്ട് കൺസോൾട്ടേഷൻ നടത്തുക എന്ന അപകടകരമായ രാഷ്ട്രീയമാണ് കുറച്ചു കാലമായി CPM കേരളത്തിൽ നടത്തുന്നത്. അതാണ് ജമാഅത്ത് ഇസ്ലാമി വിയോജിക്കുന്നത്.